പ്രതിപക്ഷത്തിന്റെ കള്ളക്കഥകൾ പൊളിഞ്ഞു വീഴുകയാണ്. എങ്ങനെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ഈ ഒറ്റ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഭക്തജനങ്ങൾക്ക് ആവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി പമ്പയിൽ നിന്നും സന്നിധാനം വരെ കയറാനും ഇറങ്ങാനും ശേഷിയുള്ള എഞ്ചിനോട് കൂടിയ ഫോഴ്സ് കമ്പനിയുടെ ഗൂർഖ മോഡൽ ആംബുലൻസ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായും അത് പോലീസ് വകുപ്പിന് കൈമാറാനുള്ള അനുവാദം നൽകണമെന്നും കേരള സംഗീത അക്കാദമി ചെയർമാൻ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പരാമർശിത കത്തുപ്രകാരം അഭ്യർത്ഥിച്ചിരുന്നു. സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു. ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ആംബുലൻസ് സ്വീകരിക്കുന്നതിന് പോലീസ് വകുപ്പിന് അനുമതി നൽകുന്നു. ഓഗസ്റ്റ് 20 സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ വെച്ച് റവാഡ എ ചന്ദ്രശേഖർ IPS, വിഷ്ണു ശരൺ K ഭട്ട്, ഡയറക്ടർ ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ, പത്മശ്രീ ശങ്കരൻകുട്ടി മാരാർ എന്നിവരുൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ ഈ വണ്ടി കൈമാറുന്നു. ചടങ്ങിലെ ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അതിൽ എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. കൃത്യമായി ക്രോപ്പ് ചെയ്ത് ചില മാറ്റങ്ങൾ വരുത്തി, അതായത് ഫോട്ടോയിൽ ഇവർ രണ്ടുപേരും മാത്രം എന്ന് തോന്നിക്കുന്ന രീതിയിൽ ചെറിയ എഡിറ്റ് വരുത്തിയിട്ടുണ്ട്. ആ ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. എന്നാൽ ഇത്രയും കൃത്രിമം ചെയ്ത എഡിറ്റർ പോറ്റിയുടെ സൈഡിലുള്ള കൈ മാറ്റാൻ മറന്നുപോയി. ഇപ്പോൾ ഈ ചിത്രത്തിന് പുറമെ ഈ സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാം. ചടങ്ങിൽ അതിഥികളോട് ചിരിച്ച് ഹസ്തദാനം ചെയ്ത് മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ പ്രിയപ്പെട്ട കോൺഗ്രസുകാരോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.